ചില യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. ചില യാത്രകൾ നമ്മളെ തന്നെ തേടി വരുന്നത്. ഇന്നത്തെ അനുഭവം അത്തരത്തിലൊന്നായിരുന്നു. ഡ്യൂട്ടിയിലായിരുന്ന യാത്രയ്ക്കിടയിൽ അപ്രതീക്ഷിതമായി ഒരു മനോഹരമായ ബുദ്ധമത ആശ്രമം സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചു. അതും യൂണിഫോമിൽ തന്നെ. അതായിരുന്നു ബോക്കർ മൊണസ്ട്രി. ഹിമാലയൻ ബുദ്ധമത പാരമ്പര്യത്തിന്റെ ആത്മീയതയും ശാന്തതയും നിറഞ്ഞ ഒരു സ്ഥലമാണിത്. പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ മനസ്സിന് ഒരു പ്രത്യേക സമാധാനം തോന്നുന്ന തരത്തിലുള്ള അന്തരീക്ഷം. അകത്തേക്ക് കടന്നപ്പോൾ നേരെ മുന്നിൽ തന്നെ അതിമനോഹരമായ ശാക്യമുനി ബുദ്ധന്റെ ഗൗതമ ബുദ്ധ പ്രതിമയാണ് എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ചുറ്റും വർണ്ണാഭമായ ചിത്രങ്ങളും ബുദ്ധമത കലാരൂപങ്ങളും പ്രാർത്ഥനാ പതാകകളുമെല്ലാം ആ സ്ഥലത്തിന്റെ ആത്മീയ ഭംഗി കൂട്ടുന്നുണ്ടായിരുന്നു. ആ മനോഹരമായ കാഴ്ചകളെ ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ പ്രാർത്ഥനാ സമയം ആരംഭിച്ചത്. ആദ്യം ഒരു സന്യാസി വലിയൊരു പരമ്പരാഗത പ്രാർത്ഥനാ ഡ്രമ്മും മുഴക്കി. ആ ശബ്ദം മുഴുവൻ മഠത്തിലും മുഴങ്ങി. അല്പസമയത്തിനകം സന്യാസിമാർ എല്ലാവരും അതീവ അച്ചടക്കത്തോടെയും നിശബ്ദമായും ഹാളിലേക്കെത്തി ഓരോരുത്തരും തങ്ങളുടെ സ്ഥാനങ്ങളിലിരുന്നു. എനിക്കിതെല്ലാം ആദ്യമായാണ് നേരിൽ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഓരോ നിമിഷവും ഞാൻ കൗതുകത്തോടെയും അത്ഭുതത്തോടെയും നോക്കി നിന്നു. പിന്നീട് അവർ ഒരുമിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. എല്ലാവരും ഒരേ താളത്തിൽ മന്ത്രങ്ങൾ ജപിക്കുന്ന ആ ശബ്ദം ഹാളിൽ മുഴുവൻ പ്രതിധ്വനിച്ചു. അതോടൊപ്പം ധൂപത്തിന്റെ സുഗന്ധം ആ അന്തരീക്ഷത്തെ കൂടുതൽ ശാന്തവും ആത്മീയവുമാക്കി. ആ കുറച്ച് നിമിഷങ്ങൾ മനസ്സ് ശരിക്കും ശാന്തമായൊരു അനുഭവമായിരുന്നു. ആ അനുഭവം മനസ്സിൽ സൂക്ഷിച്ച് പുറത്തേക്കിറങ്ങി ആ മനോഹരമായ മഠത്തിന്റെ മുന്നിൽ ഒരു ഫോട്ടോയും എടുത്തു. അതിനുശേഷം വീണ്ടും എന്റെ ഡ്യൂട്ടി യാത്ര തുടർന്നു. ചില സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നതല്ല, അവ നമ്മളിൽ ഒരു ഓർമ്മയായി എന്നും നിലനിൽക്കും. ബോക്കർ മൊണസ്ട്രി എനിക്ക് അത്തരമൊരു അനുഭവം സമ്മാനിച്ച ഒരു സ്ഥലമാണ്.